കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരു WCPO എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. എവിടേക്ക്? നമ്മൾ തൃശ്ശൂർ ടൗണിലേക്ക്. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോകാമെന്ന് വെച്ച് അങ്ങനെ എവിടേക്ക് പോയി? സൂല് പോയി. അപ്പോൾ നമ്മൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ടീം ട്രാവലേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മുടെ സൂവിലേക്കുള്ള എൻട്രി ഫീ 20 രൂപയാണ്. അപ്പം 20 രൂപയ്ക്ക് ഇതൊരു നഷ്ടമല്ല. നാട്ടിൽ നമ്മുടെ അധികം കണ്ടുപരിചയമില്ലാത്ത കുറച്ച് മൃഗങ്ങളെയൊക്കെ നമുക്ക് നമ്മുടെ സൂവിൽ കാണാൻ പറ്റും. ഇപ്പം മാനുകളാണ്, പലതരത്തിലുള്ള മാനുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റണത്. ഇതിൽ കണ്ടപ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നിയത് ഈ ടുട്ടുമോനാണ് കേട്ടാ. ആളൊരു ചിമിട്ടനാണ്, പക്ഷെ ആളുടെ പേര് ടുട്ടുമോൻ എന്നാണ് കേട്ടാ. അങ്ങനെ നമ്മളൊരു കൂടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു എലി ഇത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കോഴിയുടെ കൂടാണ്, കാട്ടുകോഴിയോ അങ്ങനെ എന്തോ ഒരു കോഴിയുടെ കൂടാണ്. പക്ഷെ അതിലൊരു എലി, അതെവിടെ നിന്ന് വന്നു എന്നറിയില്ല, പക്ഷെ ഇത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെയിൻ ആള് കടുവ സാറിൻ്റെ കൂടിൻ്റെ അടുത്ത് എത്തിയിട്ടാ. പുള്ളിച്ചിരി ടെററാണ്. പുള്ളിക്കാരൻ ഇച്ചിരി ദേഷ്യത്തിലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പിൽ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ, പൂച്ചേനെ വിളിക്കണ പോലെയാണ് പുള്ളിനെ വിളിക്കണ്. കണ്ടിട്ട് പുള്ളിക്ക് ഇച്ചിരി ദേഷ്യം വന്നിരിക്കണതാണ്. കൊഞ്ചിക്കാൻ വന്ന ചേട്ടൻ്റെ അടുത്തേക്ക് ഒരു ചാട്ടം ചാടിയതേ പുള്ളി ദേഷ്യം വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ്. അപ്പം ഇതിനുള്ളിലൊരു സിംഹം കൂടി ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തെ കൂട്ടിൽ, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. മാത്രമല്ല അത് കിടന്ന് ഉറങ്ങായിരുന്നു തോന്നുന്നു, കുറച്ചങ്ങ് നീങ്ങിയിട്ടാണ് ഉറങ്ങായിരുന്നു. അതിനെടുക്കാൻ പറ്റിയില്ല നമുക്ക് വീഡിയോയിൽ. ഇത് പണ്ട് നമ്മുടെ കൊച്ചി രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന വഞ്ചികളാണ്. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. പിന്നെ നമ്മുടെ സാധാ നമ്മൾ കാണുന്ന മയിൽ അങ്ങനെയുള്ള കുറച്ച്, പിന്നെ പാമ്പുകൾ അങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള സാധനങ്ങളാണ് ഇപ്പം കാണുന്നത്.
ഇപ്പം നമ്മൾ മൂർക്കം പാമ്പാണ് അതിൽ മെയിനായിട്ടുള്ളത്. അത് നമ്മൾ പിന്നെ നാട്ടിൻപുറത്തൊക്കെ കാണാറുണ്ട്, നമ്മളങ്ങനെ വലിയ മൈൻഡ് ചെയ്തില്ല. പിന്നെ പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ പോയിരുന്നപ്പോൾ അവിടെ രാജവെമ്പാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും കാണാനില്ല. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കൊരു മുതലേനെ കാണാം, പക്ഷേ സൂക്ഷിച്ച് നോക്കണം കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് സ്ഥിരമായിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.